നിങ്ങളുടെ മൊബൈലിൽ ഇന്റർനെറ്റ് പതുക്കെയാണോ? വെബ്സൈറ്റുകൾ ലോഡാകാൻ കൂടുതൽ സമയമെടുക്കുന്നുണ്ടോ? വിഷമിക്കേണ്ട, നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രശ്നം പരിഹരിക്കാൻ ചില എളുപ്പവഴികളിതാ. റെഡ്മി ഫോണുകളിൽ നെറ്റ്വർക്ക് പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഘട്ടം 1. നോട്ടിഫിക്കേഷൻ പാനൽ തുറക്കുക. നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീനിന്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക. ഘട്ടം 2. മൊബൈൽ ഡേറ്റ ഐക്കണിൽ ടാപ്പ് ചെയ്ത് അമർത്തുക. നോട്ടിഫിക്കേഷൻ പാനലിൽ മൊബൈൽ ഡേറ്റ ഐക്കൺ കണ്ടെത്തി ഏതാനും സെക്കൻഡുകൾ അമർത്തിപ്പിടിക്കുക. ഘട്ടം 3. ഇന്റർനെറ്റിനായി ഉപയോഗിക്കുന്ന സിം തിരഞ്ഞെടുക്കുക. 2 സിം കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിനായി ഉപയോഗിക്കുന്ന സിം തിരഞ്ഞെടുക്കുക. ഘട്ടം 4. പ്രിഫേർഡ് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കുക. നെറ്റ്വർക്ക് ക്രമീകരണങ്ങളുടെ പേജിൽ നിന്ന് പ്രിഫേർഡ് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കുക. ഘട്ടം 5. നെറ്റ്വർക്ക് ടൈപ്പ് മാറ്റുക. 3G അല്ലെങ്കിൽ 2G. പ്രിഫേർഡ് നെറ്റ്വർക്ക് പേജിൽ നിന്ന് 3G അല്ലെങ്കിൽ 2G തിരഞ്ഞെടുക്കുക. ഘട്ടം 6. 4G അല്ലെങ്കിൽ 5G വീണ്ടും തിരഞ്ഞെടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് 4G/5G വീണ്ടും തിരഞ്ഞെടുക്കുക. സാംസങ് ഫോണുകളിൽ നെറ്റ്വർക്ക് പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഘട്ടം 1. നോട്ടിഫിക്കേഷൻ പാനൽ തുറക്കുക. നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീനിന്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക. ഘട്ടം 2. മൊബൈൽ ഡേറ്റ ഐക്കണിൽ ടാപ്പ് ചെയ്ത് അമർത്തുക. ഘട്ടം 3. പുറകോട്ട് പോകുക. ഘട്ടം 4. കണക്ഷനിൽ മൊബൈൽ നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കുക. ഘട്ടം 5. നെറ്റ്വർക്ക് മോഡ് തിരഞ്ഞെടുക്കുക. ഘട്ടം 6. നെറ്റ്വർക്ക് ടൈപ്പ് മാറ്റുക. 3G അല്ലെങ്കിൽ 2G. നെറ്റ്വർക്ക് മോഡ് പേജിൽ നിന്ന് 3G അല്ലെങ്കിൽ 2G തിരഞ്ഞെടുക്കുക. ഘട്ടം 7. 4G അല്ലെങ്കിൽ 5G വീണ്ടും തിരഞ്ഞെടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് 4G/5G വീണ്ടും തിരഞ്ഞെടുക്കുക. ഈ എളുപ്പവഴികൾ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ടിപ്സുകൾക്കും ട്രിക്കുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.